ലാലേട്ടന്റെ മുന്നിൽ വെച്ച് നോറയുടെ കള്ളം പൊളിച്ചടുക്കി ജിൻഡോ. നോറയുടെ അടുത്ത് ചോദിച്ചു ലാലേട്ടൻ, നിങ്ങൾക്കൊരു ഫൺ ടാസ്ക് തന്നിരുന്നു രണ്ടുപേരും കൈ കെട്ടിക്കൊണ്ട് നടക്കാനായിട്ട്, എന്തുകൊണ്ട് അത് നന്നായി ചെയ്തില്ല എന്നൊരു ചോദ്യമാണ് ലാലേട്ടൻ അവിടെ ചോദിച്ചത്. അതിന് നോറ പറഞ്ഞ മറുപടി, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു ജിൻഡോ ചേട്ടൻ്റെ അടുത്ത് രണ്ട് കാര്യങ്ങൾ ചെയ്യരുതെന്ന്. പക്ഷേ അതിലൊരു കാര്യം ജിൻഡോ ചേട്ടൻ ചെയ്തത് കൊണ്ട് എനിക്കത് ഭയങ്കര ഇറിറ്റേഷനായി, എനിക്കതുകൊണ്ട് തന്നെ ആ ഭയങ്കര മൂഡ് ഓഫ് ആയിപ്പോയി. അതുകൊണ്ടാണ് പിന്നീട് എനിക്ക് ആ ഗെയിമുമായിട്ട് സഹകരിക്കാനായിട്ട് പറ്റാതിരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു, ഏത് രണ്ട് കാര്യങ്ങൾ എന്നുള്ളത്? ഒന്ന്, സിഗരറ്റ് വലിക്കുക എന്നുള്ളതും, രണ്ട്, ബാത്റൂമിൽ പോകരുത്. അതിന് മുമ്പ് അവിടെ കയർ കിട്ടുന്നതിന് മുമ്പ് തന്നെ നോറ പറയുന്നുണ്ടായിരുന്നു സിഗരറ്റ് വലിക്കരുത്, അവിടെ ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ നേരത്തെ പോവുക എന്നുള്ളത്. അപ്പോൾ നോറ അവിടെ പറയുന്നുണ്ട് തൻ്റെ സിസ്റ്റർക്ക് ഒരു അസുഖമുണ്ട്, ഹൃദയത്തിന് ഒരു വാൾവിന് ഒരു പ്രശ്നമുണ്ട്, ഒരു ഓട്ടയുണ്ട്, അത് സിഗരറ്റിൻ്റെ യൂസേജ് മൂലമാണ് ഉണ്ടായത്, അത് പപ്പയുടെ, അതുകൊണ്ട് എനിക്ക് സിഗരറ്റ് വലിക്കുന്നവരെ ഇഷ്ടമല്ല എന്നവിടെ നോറ പറയുന്നുണ്ട്. അതാണ് എന്നെ മൂഡ് ഓഫ് ആക്കിയത്, അതുകൊണ്ടാണ് എനിക്കതിൽ ശരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാതിരുന്നത് എന്നാണ് നോറ അവിടെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്. ജിൻഡോ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ്, പച്ച കള്ളം പറയരുത് നോറ, ഞാൻ സിഗരറ്റ് എപ്പോഴാണ് വലിക്കാൻ പോയത്? ഞാൻ സിഗരറ്റ് റൂമിൽ പോലും പോയിട്ടില്ല, പിന്നെ എവിടെ നിന്നാണ് ഞാൻ സിഗരറ്റ് വലിക്കാൻ പോയത് എന്നവിടെ ജിൻഡോ എടുത്തു ചോദിച്ചു. അപ്പോൾ അവിടെ ലാലേട്ടൻ തന്നെ ചോദിച്ചു, സിഗരറ്റ് വലിച്ചോ ജിൻഡോ? ഇല്ല, സിഗരറ്റ് റൂമിൽ പോലും ഞാൻ പോയിട്ടില്ല, പുറത്ത് പോയിട്ട് ഞാൻ എക്സസൈസ് എടുത്തു വെയിലത്ത് നിന്നുകൊണ്ട്, അല്ലാതെ ഞാൻ സിഗരറ്റ് വലിക്കാൻ പോവുകയോ ബാത്റൂമിൽ പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നവിടെ പറഞ്ഞു. അപ്പോൾ സിഗരറ്റ് വലിക്കാൻ പോവുമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ എന്നവിടെ നോറ ചോദിക്കുന്നുണ്ട്. അത് നിന്നെ ചൊറിയാൻ വേണ്ടിയിട്ട് ഞാൻ സിഗരറ്റ് വലിക്കട്ടെ എന്ന് ഞാൻ ചോദിച്ചു എന്നല്ലാതെ ഞാൻ സിഗരറ്റ് വലിക്കാൻ പോയോ? സിഗരറ്റ് റൂമിൽ പോയോ? എന്തിനാണ് ഇങ്ങനെ പച്ച കള്ളം പറയുന്നതെന്ന് അവിടെ ചോദിച്ചു. അപ്പൊ ലാലേട്ടൻ ചോദിച്ചു, അതിന് സിഗരറ്റ് വലിച്ചില്ലല്ലോ നോറ എന്ന് പറഞ്ഞപ്പോൾ നോറ ആകെ ചമ്മിപ്പോയി. നോറ പറയുന്നുണ്ടായിരുന്നു, സിഗരറ്റിന്റെ റൂമിലേക്ക് പോവാനായിട്ട് ഞാൻ പോട്ടെ എന്ന് ചോദിച്ചു, ഞാൻ സിഗരറ്റ് വലിക്കുമെന്ന് പറഞ്ഞു. വലിക്കുമെന്ന് പറഞ്ഞല്ലേ ഉള്ളൂ, അത് നിന്നെ ചൊറിയാനായിട്ട്, നോറയെ ചൊറിയാനായിട്ട് പറഞ്ഞു എന്നല്ലേ പറയുന്നത് എന്നുള്ള ഒരു ചോദ്യം അവിടെ വന്ന് അപ്സരയുടെ അടുത്ത് കാര്യം ചോദിച്ചപ്പോൾ അപ്സര പറഞ്ഞു, നോറ ഒട്ടും സഹകരിച്ചില്ല, നോറ ഒരു ഇതിലും സഹകരിക്കാതെ നോറ വേറിട്ട് നിൽക്കായിരുന്നു എന്ന് പറഞ്ഞ സമയത്ത് നോറ വീണ്ടും പറയുന്നുണ്ട്, അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് അവിടെ പുറത്തേക്ക് പോയിട്ട് അൻസിബത്ത് പറഞ്ഞിട്ടാണ് ജിൻഡോ ചേട്ടൻ പുറത്തേക്ക് വന്നത് എന്ന്. അപ്പോൾ അൻസിബയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അൻസിബ പറഞ്ഞു, അവിടെ പുറത്ത് നിന്ന് അവിടെ എക്സസൈസ് എടുക്കായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞു, അത് നോറയ്ക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട് വെയിലത്ത് നിൽക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ഉള്ളിലേക്ക് വായോ എന്നുള്ളത് പറഞ്ഞു. ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ജിൻഡപ്പൻ ഉള്ളിലോട്ട് വന്നു, അല്ലാതെ അവിടെ യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ തന്നെ അവിടെ പറഞ്ഞു, ഇങ്ങനെ ഒരു ടാസ്ക് തരുന്നത് ഒരു ഫൺ ടാസ്ക്കാണ്, അത്രയും എന്റർടൈൻമെന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്, അത് ചെയ്തില്ല, ഇനിയെങ്കിലും അത് നന്നാക്കാൻ നോക്കൂ എന്നവിടെ പറഞ്ഞു. കിട്ടിയ അവസരത്തിന് ജിൻഡോ പറയുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ചയിൽ കിച്ചൺ ഡ്യൂട്ടിയുടെ കാര്യം ജിൻഡോടെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ കിച്ചണിൽ ചെന്ന സമയത്ത് അവിടെ നോറ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പുറത്താക്കിയിട്ട് പിന്നീട് ലാലേട്ടൻ വന്ന സമയത്ത് ഞങ്ങളാണ് പണിയെടുത്തതെന്ന് വരുത്തി തീർക്കായിരുന്നു എന്നൊരു കാര്യവും ജിൻഡോടെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നോറയുടെ കള്ളങ്ങൾ പൊളിച്ചടിക്കിയിരുന്നു ജിൻഡോ.